സോ ഹലോ ഗൈസ്, വെൽക്കം ടു കുക്കു ബബ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളൊരു പോലീസാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ചീഫ് ട്രിപ്പ് പോയേക്കാം. അപ്പം സുധാകരൻ സാറിനോട് ഇവിടെ ഒരു പെൻഡ്രൈവ് ഉണ്ട്, ആ പെൻഡ്രൈവ് എടുത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞത്. ആ പെൻഡ്രൈവിന് എവിടെ പോയി ഞാൻ തപ്പാനാണെന്ന് ഈശ്വര. ഇനി എവിടെയാണ് പെൻഡ്രൈവ്? ഓക്കെ, ഒന്ന് വിളിച്ചു നോക്കാം. സുധാകരൻ സാറേ, എവിടെയാണ് പെൻഡ്രൈവ്? എടാ മോനെ, അത് താഴത്തെ ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് ചീഫ് പറഞ്ഞത്. ഓക്കെ സാറേ, ഓക്കെ ഓക്കെ. അപ്പോൾ സുധാകരൻ സാർ പറഞ്ഞിട്ടുണ്ട് താഴെയാണ് സാധനം എന്ന്. ഓക്കെ, നമുക്കാണെങ്കിൽ പോവാം. ട്രിപ്പ് ആ താഴെ ഇനി എവിടെയാ? സുധാകരൻ സാറേ, ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പോൾ ഡ്രോയറിലൊന്നും കിട്ടില്ല. എൻ്റെ പൊന്നും മോനെ, ഡ്രോയറല്ല, ആ പീസിൻ്റെ അവിടെ എങ്ങാനും നോക്ക്. എവിടെ ആ കിട്ടി. ഇനി നമുക്ക് സുധാകരൻ സാറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ. ഓക്കെ, എവിടെ പോയി എൻ്റെ വണ്ടി? മേരെ വെഹിക്കിൾ വേർ ഹേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സ് ഗിയർ എടുക്കുക. അതിനൊരു പ്രത്യേകിച്ച് ഒരു മിഷൻസ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അതാണ് ഇപ്പോൾ ഒരു സാഡസ്റ്റ് തിങ്. പോയ തരുമെന്ന് അറിയൂല മിഷനും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നേരെ പോണു. ഈശ്വര ഡേ ഹേ ബായ്, ക്യാ ദോസ്തോ? എവിടെ നോക്കിയിട്ടാണ് അടുക്കുന്നേ? അല്ല, ഇയാൾ ഫുട്പാത്തിൽ കൊണ്ട് നടന്നു. ആ ബെസ്റ്റ്, നമ്മളാണ് ഫുട്പാത്തിലുണ്ട് വണ്ടി കയറ്റി. അയാളുടെ മിസ്റ്റേക്ക് അല്ല, ചുമ്മാ പാവത്തിന് എന്താണ്ട് വഴക്ക് പറഞ്ഞു. ഓക്കെ, ഇറങ്ങൂ 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 ഇറങ്ങൂ. രണ്ടെണ്ണോ? ആ സുധാകരൻ സാർ ഇവിടെയായി. ഇപ്പം സുധാകരൻ സാറേ, എന്നാ പെൻഡ്രൈവ് എവിടെ? ആ കിട്ടിയോ? എന്നാ പിടിക്കുന്ന. ആ ഓക്കെ. എടാ 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 സതീഷ, ഒരു മിഷൻ തരട്ടെ. ആ മിഷൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളുടെ എന്താണ്ട് ഒരു സാധനം ഈ അടുത്തുള്ള ബീച്ചിൽ പോയി വീണു. അതിനകത്ത് കുറച്ച് എവിഡൻസ് ഉണ്ട്. ബൈ ദ ബൈ, അത് നമ്മളുടെ അല്ല, നമ്മളുടെ ഈ സൗത്ത് കൊറിയൻ ആൾക്കാർ വിട്ടതാ. ഇപ്പോൾ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഇപ്പോൾ ടീമായ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോട്ടാണ് അവർ വിടുന്നതല്ല ആ വേസ്റ്റൊക്കെ. അപ്പം അതിനകത്ത് ഒരു പെൻഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ബീച്ചിൻ്റെ എവിടെ പോയി തീരാനാണ്? പിന്നെ മോനെ, എടാ അതാണെങ്കിൽ ഈ കടലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ സാർ, കടലിൻ്റെ ഉള്ളിൽ പിന്നെ പോയിട്ട് എവിടെ പോയി തപ്പാനാടി ഞാൻ? ഒരു മിഷൻ കിട്ടിയ മിഷൻ തീർക്കണം ഗീസ്. ഓക്കെ, ഡ്രം 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 ഈ അടുത്ത ആകപ്പാട് ഈ ഒരു ബീച്ചേ ഉള്ളൂ. അതൊരു കാര്യമാണ്. ഈ ബീച്ചിലാണ് ഇവിടെയോ സാധനം ഇരിക്കുന്ന കടലിൻ്റെ ഉള്ളിൽ. ഇപ്പം ഇത്രയും വലിയ കടലിൽ ഞാൻ അവിടെ പോയി തപ്പാനാണോ? ഈശ്വര. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്താണ് പോവാം. ഓക്കെ, ഡ്രക്കും എവിടെയാണ് ഈ സാധനം? ചേട്ടാ എവിടെയാടാ? വേസ്റ്റ് മണ്ണിലേക്ക് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം.
അവിടെ ഒരു സാധനം എടുക്കട്ടെ. ആ കിട്ടി. ഓക്കെ, സാധനം കിട്ടി ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മളുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ പണി കുറച്ച് ഈസി ആയിട്ട് തീരും. അപ്പം എങ്ങോട്ടാണ് അവരുടെ എൻ്റെ പൊന്നോ, ഇതെന്താടാ. നമ്മളാണെങ്കിൽ ഇവിടെ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി കൊണ്ടു കൊടുക്കട്ടെ. ഓക്കെ, കൊണ്ടു കൊടുക്കട്ടെ. പക്ഷെ എൻ്റെ പൊന്നു, ഇത് വേഗം പോയ ഇതാണോ പ്രശ്നം? നമ്മൾ പോലീസുകാരനല്ലേ, അതുകൊണ്ട് നമുക്ക് പോലീസുകാരനായതുകൊണ്ട് സീസി ഒന്നും എടുത്തില്ല. ഭാഗ്യം. സോ നമ്മളാണെങ്കിൽ ഇവിടെ കയറിയിട്ടുണ്ട്. അടുത്തെത്തി ഗൈസ്. അപ്പം അടുത്തെത്തിയിട്ടുണ്ട്. മറ്റേ ഓഫീസർ എവിടെ പോയി? സുധാകരനേട്ടാ, മറ്റേ ഓഫീസർ എവിടെ പോയി? സതീശ, നീ എത്തിയോ? പെൻഡ്രൈവ് എവിടെ? ഇതാ പിടിച്ചു. മറ്റേ ഓഫീസർ വീട്ടിൽ ലഞ്ച് ഉണ്ണാൻ പോയി. സോ നിങ്ങൾക്കോ? അതൊന്നുമില്ലടാ, അതിന് എനിക്ക് വിശക്കുന്നില്ല. ഇപ്പം ഞാൻ ഒന്ന് മോളിൽ പോയിട്ട് വരാം. അപ്പം നിങ്ങൾ ഡീകോഡ് ചെയ്യത്. ഓക്കെ. അയ്യോ ഈശ്വര, മോനെ സതീശ, ഞാൻ ഡീകോഡ് ചെയ്ത്. സുധാകരനായിട്ട് ഡീകോഡ് ചെയ്ത്. അതിനിപ്പുറം ഇന്ന് പോയി എടുക്കട്ടെ. ഞാൻ എന്താ പ്ലാൻ എന്നറിയാമല്ലോ. മോനെ അപ്പം ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഒന്നിച്ചായി. ഇപ്പം ഫ്രണ്ട് രാജ്യങ്ങളായി. ബട്ട് അവർ നമ്മളുടെ അടുത്താണ് വേസ്റ്റ് അയക്കുന്നതെന്ന് അറിയാം. സോ അവർ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരു സീക്രട്ട് സിറ്റി ഉണ്ട്. അങ്ങോട്ടാണെങ്കിൽ ആകെപ്പാട് ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പം നീ വേഗം എയർപോർട്ടിൽ പോയാൽ, എയർപോർട്ടിൽ മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ കണ്ട് നിനക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു തരാം. അല്ല, അവനെ കണ്ടാൽ നിങ്ങൾ സാറ് എടുത്തു തരുമോ അതോ അവനെടുത്തു തരുമോ? അവനെടുത്തു തരും. ഫ്രണ്ടിനെ നമുക്കൊന്ന് പോയി കാണണം. ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മളുടെ പണ്ടൊരു വീടുണ്ടായിരുന്നു നമുക്ക്. ആ ഒരു പഴയ വീടിനെക്കാട്ടിലും മുമ്പ് വേറെ ഒരു വീടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തെങ്ങാണ്ടാണ് പുള്ളിക്കാരൻ്റെ താമസം ഇല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു